അരുണിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും മാളുവിൻ്റെ മാളവികയുടെ കാര്യത്തിൽ ഞാനെന്തിനു ഇൻവോൾവ് ആകുന്നുവെന്ന്. അതെ, അത് വർഷങ്ങളായിട്ടുള്ളൊരു ശീലമാണ്. ഒരുപക്ഷെ അപൂർവയുടെയും മാളവികയുടെയും ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് തന്നെ ഞങ്ങളുടെ ഫാമിലികൾ തമ്മിലുള്ള അടുപ്പം അരുണിന് ഊഹിക്കാമെന്ന് തോന്നുന്നു. യെസ്, കുറച്ചൊക്കെ എനിക്കറിയാമെങ്കിൽ. മാളവിക ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, അല്ലാതെ മറ്റു പലരും പറഞ്ഞറിയാം. വെൽ, അരുണിൻ്റെ കേട്ടറിവുകളേക്കാൾ ആഴവും വ്യാപ്തിയും ഉണ്ട് അതിന്. കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, ഞങ്ങളുടെ ഫാമിലിയിലെ എന്ത് പ്രധാനപ്പെട്ട കാര്യമായാലും ഞങ്ങൾ രണ്ടു കൂട്ടരും പരസ്പരം ആലോചിച്ചും ചർച്ച ചെയ്തുമൊക്കെ ഒരു ഡിസിഷൻ എടുക്കാറുള്ളൂ. പ്രായത്തിൽ അല്പം സീനിയോറിറ്റി ഉള്ളതുകൊണ്ട് പലപ്പോഴും യെസ് ഓർ നോ പറയാനുള്ള ഉത്തരവാദിത്വം മുരളി അശ്വതിയും ഞങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് പതിവ്. അതിൻ്റെ ലേറ്റസ്റ്റ് എക്സാമ്പിളാണ് ഈ കാര്യം. ഇനിയിപ്പോൾ മുരളിക്കും അശ്വതിക്കും അരുണിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെയും നന്നേ ബോധിച്ചു തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഞാനൊരു ബിഗ് നോ ആണ് ഈ പ്രപ്പോസലിന് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നോ എന്നൊരു ക്വസ്റ്റ്യൻ പോലും മുരളിയുടെയും അശ്വതിയുടെയും ഭാഗത്തുനിന്നുണ്ടാവില്ല. തിരിച്ചു അങ്ങനെ തന്നെ. മാളവികയുടെ പാരൻസിനോട് ഈ പ്രപ്പോസലിനെ പറ്റി യെസ് എന്നോ നോ എന്നോ അങ്കിളിന് കമന്റ് ചെയ്യാം. അതിന്റെ റീസൺ അവർക്കറിയണമെന്നില്ലായിരിക്കും, പക്ഷെ എനിക്കറിഞ്ഞാൽ കൊള്ളാം. വിശേഷിച്ചും അങ്കിള് പറയുന്നത് ഒരു ബിഗ് നോയാണെങ്കിൽ. വൈ ഷുഡ് ഐ? തന്നെ പോലെ വളരെ സ്മാർട്ടായ, ഇംപ്രസീവായ, ആംബിഷ്യസായ ഒരു സുന്ദരൻ ചെറുപ്പക്കാരനെ പറ്റി ഞാനെന്തിനും ഒരു നോ പിക്ക് ചെയ്യണം? ഒരു ബിഗ് യെസ്, അതാണ് അരുണിന് ഞാൻ ഇടുന്ന മാർക്ക്. ആർ യു ഹാപ്പി? യാ, ഷുവർ. താങ്ക് യു അങ്കിൾ. വെൽക്കം. എന്തായാലും എൻ്റെ മാളുവിൻ്റെ സെലക്ഷൻ തെറ്റിയില്ല. അല്ല, ചുമ്മാ ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കട്ടെ, നിങ്ങളിൽ ആരാ ആദ്യം പ്രപ്പോസ് ചെയ്ത്? അരുണോ അതോ മാളുവോ? കം ഓൺ മാൻ, ഇറ്റ്സ് ജസ്റ്റ് എ ഫണ്ണി ക്വസ്റ്റ്യൻ. ഇഷ്ടം തുറന്നു പറഞ്ഞത് ഞാൻ തന്നെയാണ് അങ്കിൾ. ഒന്നല്ല, ഒരുപാട് തവണ. പക്ഷെ മാളവിക അപ്പോഴൊന്നും എസ് പറഞ്ഞിട്ടില്ല. അപ്പോഴെന്നല്ല, ഇപ്പോഴും മാളവിക എന്നോട് നേരിട്ട് സമ്മതിച്ചിട്ടില്ല. ആൻഡ് സോറി ടു സേ, അതിന്റെ പ്രധാന കാരണക്കാരി അങ്കിളിന്റെ മോള് തന്നെയായിരുന്നു. അപ്പോ? അതെ. ആ കുട്ടി സമ്മതിച്ചാലേ റിലേഷന് താല്പര്യമുള്ളൂന്ന് മാളവിക പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാളവികയോടുള്ള എൻ്റെ ഇഷ്ടം സിൻസിയർ ആണെന്ന് ബോധ്യപ്പെട്ടിട്ടും അപൂർവം അവളെ വിലക്കാണ് ഉണ്ടായത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അല്ല അരുൺ, യു ആർ മിസ്റ്റേക്കൺ. നിങ്ങൾ എൻ്റെ മോളെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. അപ്പു സമ്മതം പറയാതെ ഒരിക്കലും മാളു ഈ പ്രപ്പോസൽ അംഗീകരിക്കില്ല. അപ്പോൾ അങ്ങനെയാ, അത്ര പെട്ടെന്നൊന്നും അവൾ ആർക്കും പിടികൊടുക്കില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ അങ്കിൾ. ആ, 1 സെക്കൻഡ്. അന്ന് കോളേജിൽ ശരിക്കും എന്താ സംഭവിച്ചത്? അപ്പൂനെ സസ്പെൻഡ് ചെയ്തില്ലേ? അന്നുണ്ടായ ഇഷ്യൂവിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അരുൺ അതിനെപ്പറ്റി എന്തെങ്കിലും അറിയോ? കമോൺ മാൻ, ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. പറയാമെങ്കിൽ പറയൂ. അപൂർവ ഉപദ്രവിച്ച സാംകുട്ടി എൻ്റെ ഫ്രണ്ടാണ്. ഈസ് ഇറ്റ്? അതെ. അപ്പോൾ അയാളോട് എന്തിനത് അപ്പു ചെയ്തു എന്നുള്ള കാര്യവും അരുൺ അറിയാതിരിക്കുമല്ലോ. ഹേയ്, കമോൺ മാൻ, ബി ഫ്രാങ്ക്. സോറി, അങ്കിളിനോടത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒപ്പം പഠിക്കുന്ന കൂട്ടുകാരുടെ അച്ഛനോട് അതേപ്പറ്റി പറയാനുള്ള അരുണിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. സി അരുൺ, ബേസിക്കലി ഞാനൊരു മോട്ടിവേറ്ററാണ്. കുട്ടികളുടെ കരിയർ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് മാത്രമല്ല, അവരുടെ സ്ട്രെസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനും ശ്രമിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാൾക്ക് അരുൺ പറയാൻ പോകുന്ന റീസൺ എന്താണെങ്കിലും അതിന് അതിൻ്റെതായ സ്പിരിറ്റിൽ എടുക്കാൻ പറ്റും. സോ
ഒരു സുഹൃത്തിനോടെന്ന പോലെ അരുണിനത് എന്നോട് ഷെയർ ചെയ്യാം, ധൈര്യമായി. അപൂർവയും മാളവികയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ക്യാമ്പസിൽ ചിലരെന്ന് പറയാൻ പറ്റില്ല, മെജോറിറ്റിയും മറ്റൊരു രീതിയിലാണെങ്കിൽ കാണുന്നത്. മറ്റൊരു രീതിയിലോ? സോറി, മേക്ക് ഇറ്റ് ക്ലിയർ. രണ്ട് പെൺകുട്ടികൾ തമ്മിലുള്ള അതിരുവിട്ട ഫ്രണ്ട്ഷിപ്പിനെ മറ്റുള്ളവർ സംശയത്തോടെയാണ് കാണുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അങ്കിളിന് ഊഹിക്കാലോ. ഇതിലപ്പുറം ഡീറ്റെയിൽ ചെയ്യാൻ സോറി എനിക്കാവില്ല. പറഞ്ഞല്ലോ അങ്കിൾ, എന്റെ കാര്യമല്ല, മറ്റു പല കുട്ടികളും അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ആ ഒരു ആംഗിളിലാണ് കാണുന്നത്. ആദ്യമൊക്കെ കുട്ടികൾക്കിടയിൽ അതൊരു അടക്കി പിടിച്ച രഹസ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇവൻ ടീച്ചേഴ്സ് പോലും ഒരു കാര്യം കൂടി തുറന്നു പറഞ്ഞ അങ്കിളിനൊന്നും തോന്നരുത്. അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ പലരും അങ്ങനൊരു രീതിയിൽ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി അപൂർവയാണ്. മാളവികയുടെ കാര്യത്തില് ആ കുട്ടി വളരെ പൊസസീവാണ്. കോളേജിൽ നിന്നും അപൂർവയെ മാത്രമാണ് സസ്പെൻഡ് ചെയ്തത്. പക്ഷെ അപൂർവ മാളവികയെയും ബലമായി ക്ലാസ്സിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുക ചെയ്ത്. ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർ സംശയിച്ചു പോകുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. കഴിയുമെങ്കിൽ അങ്കിൾ അപൂർവി എന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കണം. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. പോട്ടെ അങ്കിൾ.